KR രാജേഷ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ രാവിലെ 7 മണി മുതൽ ഏത് അർദ്ധരാത്രിയിലും ഫോണിൽ വിളിച്ചാൽ കിട്ടുകയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ മിസ്റ്റർ ജിതിൻ ദേവ്, മറ്റൊരു മണ്ഡലത്തിൻ്റെ ഓച്ചിറയുടെ പ്രസിഡന്റ് ശ്രീമാൻ ശരത് കുമാർ, ഈ നിയോജക മണ്ഡലത്തിന് ഏകീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശ്രീമാൻ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ സോമൻ അവറകൾ, ശ്രീ മാലുമ്മൽ സുരേഷ്ജിയും വലിയ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു, ശ്രീ ആർ മുരളി, ശ്രീ തൊടിയൂർ വസന്തകുമാരിയമ്മ, ശ്രീമതി ശാലിനി രാജീവൻ, ശ്രീ ആർ മുരളി, ശ്രീമാൻ സുനിൽ സാബല്യം, ശ്രീ സതീഷ് തേവരത്ത്, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ജിതിൻ ദേവിനോട് ഞാൻ എത്ര തവണ ചൂടായി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് ജിതിൻ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ജിതിൻ ദേവിനോട് പറഞ്ഞു. ഞാൻ ജിതിനോടായിരിക്കും സംസാരിക്കുക. അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആരുമായിട്ടും ഞാൻ സംസാരിക്കില്ല. അതെല്ലാം കേൾക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തോന്നിയതാണ്. എനിക്ക് സംഘടന ഏൽപ്പിച്ചു തന്നൊന്നുമല്ല. എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് പ്രവർത്തനം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചിലപ്പോൾ ജിതിന് കരയാൻ തോന്നിയിട്ടുണ്ടാവും ചില ഘട്ടങ്ങളിലൊക്കെ. അതെനിക്കറിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ഞങ്ങൾ അരമണിക്കൂറൊന്നും ഒരുമിച്ചിരുന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വ്യക്തിയാവട്ടെ സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു യുദ്ധമാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗിയുടെ ആവനാഴിയിലെ അസ്ത്രം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പില് ആ യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുന്ന സേനാധിപതിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ സേനാധിപന്മാരായിട്ട് ഞാൻ കാണാത്ത, ഞാൻ കൈപിടിക്കാത്ത, സ്നേഹം പങ്കുവയ്ക്കാത്ത എൻ്റെ ബൂത്ത് തലത്തിലുള്ള എത്രയോ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ അഭിനന്ദൻ സഭ എന്നതിൻ്റെ ഉത്തരം എനിക്കല്ല. അഭിനന്ദനം ഞാൻ പോലും അറിഞ്ഞിട്ടല്ല ഞാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് നിർബന്ധമാണ് എന്ന് ഡൽഹിയിൽ നിന്നൊരു ഫോൺ കോൾ വരുമ്പോൾ, ഞാൻ ഹെർണിയ സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു രോഗിയാണ്. 26 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖമാണ്, ഞാൻ ഹെർണിയ സർജറി കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്, എനിക്കങ്ങനെ തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയില്ല. അപ്പൊ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞു ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പാനൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ടാകും, നിങ്ങൾ മത്സരിക്കണം. അപ്പൊ ഹെർണിയ അധികമായാലോ അത് ആശുപത്രിയിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകൾ കൊണ്ടുപോയി ചികിത്സിച്ചുകൊള്ളും, അതിനുള്ള പ്രവർത്തകന്മാരൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ആ വലിയ ലീഡർ ഫോണിലൂടെ എന്നോട് സംസാരിച്ചത്. ഉത്തരം പറയാൻ സാവകാശം കിട്ടുന്നതിന് മുൻപ് തന്നെ ഫോൺ അവസാനിക്കുകയും അന്ന് 20 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ TV ചാനലിൽ എഴുതി കാണിക്കുന്നു ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ്. എൻ്റെ കാറിന് ഉള്ളിൽ തന്നെ ഒരു വീടാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് സംസ്ഥാന ഘടകത്തിന്റെ ഒരു വലിയ ലീഡർ ആവശ്യപ്പെട്ടതനുസരിച്ച്
തേനിയില്, മധുരയില് നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അതിർത്തി കടന്ന് കോയമ്പത്തൂരിൽ വന്ന്, പാലക്കാട് വന്ന്, തൃശ്ശൂരിൽ നമ്മുടെ ഒരു പ്രവർത്തകന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത്, അവിടെ നിന്ന് മാവേലിക്കരയിൽ രാവിലെ പോയി കർഷക സമരത്തിൽ പങ്കെടുത്ത്, അവിടെ നിന്ന് ഞാൻ ഇപ്പൊ പോയത് കുമരഞ്ചിറയില് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ കുറെ വീടുകൾ കയറണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വീടുകളിൽ കയറാൻ 5 വീട് കയറണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു കൊണ്ടുപോയത്. എത്ര വീട് കയറിയെന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. അവസാനം എന്നെ കൊണ്ടുവരുന്ന ഒരാള് ഓട്ടത്തിനിടയിൽ അത്രയും സ്പീഡാണ്. പിന്നെ സ്പീഡിന്റെ കാര്യത്തിൽ വീട് കയറാനായിട്ട് എന്നെ തോൽപ്പിക്കാൻ ഇപ്പൊ തൽക്കാലം കൂടെ നടക്കുന്ന ആളുകൾക്ക്, കാരണം എനിക്കും നല്ല സ്പീഡാണ് വീടുകൾ കയറാനായിട്ട്. അപ്പോ ആ പാവം വീണു. കാരണം സ്പീഡല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം കരുനാഗപ്പള്ളിയിൽ മീറ്റിങ്ങിന് വരാൻ എന്നുള്ളതാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം വാർഡ് ഇലക്ഷനാണ്. ആ വാർഡ് ഇലക്ഷനിൽ അവിടുത്തെ 20ഉം 25ഉം വരുന്ന BJPയുടെ പ്രവർത്തകന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, നിങ്ങൾക്ക് ഫോട്ടോ 2-3 ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വരികയാണ്. ഞാൻ ഇത് പറയാൻ കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 9ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പൊ യുദ്ധമുഖത്ത് എത്തിപ്പെട്ടാൽ എക്സ് ഓർ വൈ, അത് ശോഭയാകട്ടെ, സുരേന്ദ്രനാകട്ടെ, വേറൊരാളാകട്ടെ, ആരാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രാധാന്യത്തെക്കാൾ വലുതാണ് വിഷ്വൽ ഇമ്പാക്ട്, കാഴ്ചയിലുള്ള ഇമ്പാക്ട് എന്ന് പറയും. അവിടെ BJP ജയിക്കുമോ? അവിടെ BJPയുടെ പോസ്റ്റർ ഉണ്ടോ? അവിടെ BJPയുടെ ഫ്ലെക്സ് ബോർഡ് ഉണ്ടോ? അവിടെ BJPയുടെ പ്രവർത്തകന്മാർ വീടുകൾ കയറുന്നുണ്ടോ? അവിടെ BJPയുടെ പ്രാദേശിക പ്രവർത്തകന്മാരോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ, ബാലഗോകുലത്തിന്റെ ആളുകൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആളുകൾ, സേവാഭാരതിയുടെ ആളുകൾ, സക്ഷമയുടെ ആളുകൾ, വിചാരകേന്ദ്രത്തിന്റെ ആളുകൾ, വിരലിലെണ്ണാൻ സാധിക്കാത്ത അത്രയും, ഈ 10 വിരലെണ്ണിയാലും തീരാത്ത അത്രയും സംഘടന നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഇന്ന് ഭാഗ്യവശാൽ അവരുടെ പ്രവർത്തനത്തിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓരോ ബൂത്തിലും പ്രവർത്തിക്കുകയും ആ ബൂത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ, നമ്മുടെ ഇടയിലുള്ളവരോ പുറത്തുള്ളവരോ ആരുമാകട്ടെ, ചില ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2 ലക്ഷം കടക്കില്ല ശോഭാ സുരേന്ദ്രന്റെ വോട്ട് എന്ന് പറയാൻ മത്സരിച്ച ആളുകളും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാകും. അതാരാണ്? അത് സ്ഥാനാർത്ഥിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഡയലോഗ് പറഞ്ഞവരെല്ലാം ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ 2 ലക്ഷത്തിൽ ഒതുക്കാൻ കാരണം എന്താണ്? 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോഴാണ് രാധാകൃഷ്ണൻ സാറിന് 1.80 കിട്ടിയത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് 2 ലക്ഷത്തിന്റെ മുകളിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന് ആലപ്പുഴയിൽ വന്നിറങ്ങി 4 ദിവസത്തിനകം ചായക്കടകളിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ചർച്ച നടത്താൻ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ദൃശ്യമാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ചിലർ പ്രത്യേകം ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് BJPയുടെ ഒരാൾ പോലും കേരളത്തിൽ ജയിക്കില്ല എന്ന് പാർലമെന്റ് അടിസ്ഥാനത്തിൽ ഫലപ്രഖ്യാപനം നടത്തിയ ചില ചാനലുകൾ ഉണ്ടായിരുന്നു. 10% കിട്ടും, അല്ലെങ്കിൽ 18% കിട്ടും, 20% കിട്ടും എന്നൊക്കെ കണക്കുകൂട്ടിയ ആളുകളുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, അവരെല്ലാവരും ചേർന്ന് അതികഠിനമായി പ്രവർത്തിച്ചപ്പോ നമ്മുടെ 1.80 എന്ന് പറയുന്നത് 3,03,500 വോട്ട് നമുക്കുണ്ട്. പക്ഷേ 15,000 വോട്ട് എണ്ണാതെ ഫലപ്രദമായി ഈ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള കലക്ടറുടെ ബുദ്ധിയിൽ, കലക്ടറോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇത് എണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്താ കാരണം? ഫലപ്രഖ്യാപനം നടത്താൻ ഇത്രയും കൂടുതൽ വോട്ടിനാണ് ഭൂരിപക്ഷമെങ്കിൽ എണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മാനേജറുടെ ഒപ്പുവാങ്ങിയ വിദഗ്ധന്മാരുള്ള ഒരു നാടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. അത് കേസിനാണ് ഞാൻ പോകുന്നത്. 15,000 വോട്ട് അത് എണ്ണണം, അത് VVPAT എണ്ണാമല്ലോ. അപ്പൊ നമ്മൾ അന്ന് ഒരു സിഗ്നേച്ചർ നമ്മുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം പറഞ്ഞു ഇടതുപക്ഷത്തിന് എണ്ണണ്ട. ഇടതുപക്ഷം എന്തിനാണ് എണ്ണണ്ട എന്ന് പറഞ്ഞത്? ഡൽഹിയിൽ ഇരിക്കുന്ന നമ്മുടെ ആരാധരായിട്ടുള്ള നേതാക്കന്മാര് നോക്കുമ്പോ
ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം 3 ലക്ഷത്തിന്റെ മുകളിൽ കടക്കരുത് എന്നുള്ള തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ചിലർക്കുണ്ടായിരുന്നു. എന്താ കാരണം? അവരുടെ കോട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടി 50 ദിവസം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ പാവപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ 3 ലക്ഷത്തിന്റെ മുകളിലെത്തി എന്ന് പറയാതിരിക്കാനുള്ള വലിയ ഒരു ബുദ്ധി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് 5000 വോട്ടുള്ള സ്ഥലത്ത് ഞാൻ മത്സരിച്ചിട്ടുണ്ട് 2004. അന്ന് കേരളത്തിലെ കൊടികെട്ടിയ തമ്പുരാൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൻ മുരളീധരന് അന്ന് വടക്കാഞ്ചേരിയിലെ ബൈ ഇലക്ഷനില് മാറാടിന്റെ മറുപടി ബാലറ്റിലൂടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം എഴുതി ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാൻ പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ 4 കസേരയില്ലാത്ത, ആ കസേരയിൽ ഇരിക്കാൻ കസേരയില്ലാത്ത ഒരമ്മ എനിക്കുണ്ടായിരുന്നു. ആ അമ്മയോടൊപ്പം ഞാൻ അന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ് കള പറയ്ക്കാനുള്ള തീരുമാനം. ഗോവിന്ദൻ മാഷ് തൽക്കാലം എടുത്താൽ 4 നാട്ടല്ലെന്ന് വർത്തി നിന്നുകൊണ്ട് ആ കള പറയ്ക്കാൻ തീരുമാനിക്കുന്നവരുടെ മുന്നിൽ എണീറ്റ് നിൽക്കാനുള്ള 1.5 തന്റേടമുള്ള പാർട്ടിയുടെ കർമ്മധീരന്മാരായിട്ടുള്ള പ്രവർത്തകന്മാർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് കൊല്ലം ജില്ലയിലെ ഈ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം. അപ്പൊ ഞാൻ പറയുന്നത്, എന്തിനാണ് കളപറയ്ക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത്? കളപറയ്ക്കുക എന്നുള്ള ഡയലോഗ് ഉണ്ടായത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയിലെ മോഹൻലാല് ഒരു മാധ്യമ പ്രവർത്തക ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു മുറിയിലിരിക്കുന്ന സമയത്ത് മോഹൻലാൽ കഥാപാത്രം കയറി വരുമ്പോ ആ മോഹൻലാലിനെ കണ്ട സമയത്ത് ഷർട്ടിനകത്ത്, വെളുത്ത ഷർട്ടിനകത്ത് ചോര. അപ്പോ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, സർ ഷർട്ടിൽ ചോര. അപ്പോഴാണ് മറുപടിയായിട്ട് മോഹൻലാൽ പറഞ്ഞത്, എന്താണ്, കർഷകനല്ലേ മാഡം, കള പറയ്ക്കാൻ പോയതാണ്. അപ്പൊ ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത് എന്താണ്? ആലപ്പുഴയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, വീടില്ലാത്തവന്, കുടിവെള്ളമില്ലാത്തവന്, സ്വന്തം കുട്ടിയെ, SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്വന്തം കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊടുക്കാത്തവന്റെ അവരുടെ എല്ലാം തന്നെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലായിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കൈപ്പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷല്ല അതിന്റെ അപ്പുറത്ത് മുത്തുപ്പട്ടര് വന്നാലും ഞങ്ങൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിലൂടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ആർജവം, നല്ല ശക്തി, നല്ല തന്റേടം ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. ഒരു കുഴപ്പത്തിനും നിൽക്കണ്ട. അമ്പലപ്പുഴ മണ്ഡലം, അവിടെയാണ് MLA സലാം പറയുകയാണ് സുധാകരൻ സാറിനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് വിളിച്ചത്. സുധാകരൻ സാറ് പരസ്യമായിട്ട് എന്നെ ഒരു വഴക്ക് പറഞ്ഞു. എനിക്കതിന് പ്രശ്നമില്ല. എന്താ കാരണം ആരോട് എങ്ങനെ ഇടപഴകണമെന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. പക്ഷേ പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാനൊക്കെ ബഹുമാനിക്കുന്ന, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള, അതിൽ ഏറെക്കുറെ വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീമാൻ സുധാകരൻ. ആ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി എനിക്കെതിരെ സംസാരിച്ചാൽ ഞാനത് മറുപടി പോലും ഞാൻ പറഞ്ഞില്ല. എനിക്ക് എതിരായിട്ട് പ്രസംഗിച്ചതല്ല. പക്ഷേ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനെതിരായിട്ട് സംസാരിപ്പിക്കാനുള്ള ചില പരിശ്രമങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്രയും പ്രായത്തിലെത്തി നിൽക്കുന്ന, ഇത്രയും കാലം സ്വന്തം പാർട്ടിയെ വളർത്താൻ വേണ്ടി സർവസ്വവും ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആ സുധാകരൻ സാറിനെ സലാം പറഞ്ഞത് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ്. കാരണം സ്വന്തം അച്ഛനെ ബഹുമാനിക്കാൻ അറിയാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും സാധിക്കൂ എന്നതിന്റെ ഉദാഹരണമാണ് ഈ മനുഷ്യനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കളപറച്ചിട്ടോ, അച്യുതാനന്ദൻ ഇറങ്ങിപ്പോന്നു നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ നിന്ന് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോന്നത് യൂത്ത് ഡിവൈഎഫ്ഐക്കാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ആ ഡിവൈഎഫ്ഐക്കാരന്റെ ഒരു നേതാവ് അദ്ദേഹം പറയുകയാണ് അച്യുതാനന്ദനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന്. പാർട്ടി കമ്മിറ്റിയിൽ എണീറ്റ് നിന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടതിന് ശേഷം അച്യുതാനന്ദൻ പടിയിറങ്ങിപ്പോരുന്ന ഒരു രംഗം ഞാനും നിങ്ങളും മറന്നിട്ടില്ല. അത് കേരളത്തിലുണ്ടായി.
50ഓളം വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുണക്കൂട്ടന്മാരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിച്ചു, നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിച്ചുവെങ്കിൽ ഈ കേരളം മാറുകയാണ്. ആ കേരളത്തെ മാറ്റാനുള്ള ചാലക ശക്തിയായിട്ട് എന്റെ സഹപ്രവർത്തകന്മാരും ഞാനും പ്രവർത്തിക്കുകയാണ്. നോക്കൂ, ഇന്ന് ആലപ്പുഴയിൽ, ഈ കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് ഞാൻ. കർഷകരുടെ വേദന കണ്ടുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വരികയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കർഷകരുണ്ടല്ലോ, അവരോട് പറഞ്ഞിട്ടുള്ളത് കോഴിയെ വളർത്താൻ പാടില്ല, താറാവിനെ വളർത്താൻ പാടില്ല. പിന്നെ എങ്ങനെ ജീവിക്കണം? കോഴിയെ വളർത്താൻ പറ്റില്ല, താറാവിനെ വളർത്താൻ പറ്റില്ല. പക്ഷിപ്പനിയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും തക്കാളിപ്പനിയും ഒക്കെ ഈ കേരളത്തിന്റെ മണ്ണിൽ പടർന്നു പിടിക്കുമ്പോ കഴിഞ്ഞ വർഷം ഉണ്ടായപ്പോ തീരുമാനിക്കണ്ടേ അടുത്ത വർഷം ഇത് ഉണ്ടാകും? അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള പകർച്ചവ്യാധി തടയാനുള്ള സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഒരുക്കിയെടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്കറിയണ്ടേ? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ അറിയണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തിട്ടും ഇവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ഇവർ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പക്ഷിപ്പനി ഉണ്ടായത്. ചില ആളുകൾ എന്നെ കാണാൻ വന്നു, അവര് പറഞ്ഞത് ഇത് പക്ഷിപ്പനി ഉണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തവണ പരിശോധനയ്ക്ക് വന്നവർക്ക് അത്തരം ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ അത് 10 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും വ്യത്യസ്തമാകാം. എന്നാൽ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ലോബിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കോഴി ഇറക്കാനും അവിടെ നിന്ന് താറാവിനെ ഇറക്കാനും അവിടെ നിന്ന് മറ്റ് ഇറച്ചി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയിട്ട് കൈകോർത്ത് പിടിച്ചതാണ് എന്ന് ചില ആളുകൾ നമ്മളെ കണ്ടു പറഞ്ഞ് അത് കേന്ദ്രത്തിലേക്ക് അവരുടെ ചിന്തകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പാവപ്പെട്ടവന്റെ കുട്ടിക്ക് പുസ്തകം വാങ്ങാൻ, അവരുടെ കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, അവരുടെ കുട്ടിക്ക് ജീവിക്കാൻ, വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും നോക്കാൻ, സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? അങ്ങനെയാണെങ്കിൽ 1 കൊല്ലത്തേക്കോ 8 മാസത്തേക്കോ നിങ്ങൾ ഈ കോഴി കൃഷിക്കും താറാവ് കൃഷിക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കർഷകനെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജീവിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ ചാണകക്കുഴി നന്നാക്കാൻ വേണ്ടിയിട്ട് 8.4 ലക്ഷം രൂപ കണക്കെഴുതി എടുത്തിട്ടുണ്ടല്ലോ. എത്രയോ കോടികൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിദേശവാസത്തിന് പോകാൻ നിങ്ങൾ എടുത്തു. നിങ്ങളുടെ മറ്റൊരു മന്ത്രി വലിയ കണ്ണട വാങ്ങിക്കോ. നിങ്ങൾ കണ്ണട വാങ്ങുകയോ തോമസ് ഐസക്കിന് ഒരു ഈരിഴത്തോർത്ത് വാങ്ങിയ കണക്ക് വരെ എഴുതി കൊടുത്ത് നിങ്ങളുടെയൊക്കെ ആളുകൾ, നേതാക്കന്മാർ സുഖകരമായി ഈ കേരളത്തിൽ നിങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കുടുംബത്തിലെ പട്ടിണി മാറ്റാനുള്ള ബാധ്യത അത് നിങ്ങൾക്കുണ്ട്. നെൽകർഷകന്മാര് എന്ത് തെറ്റ് ചെയ്തു? സ്വന്തം ഉൽപ്പന്നം പാടശേഖരത്തിൽ ഉണ്ടാക്കി അത് കൊണ്ടുപോയി വിൽക്കുമ്പോ അവനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. റെസീറ്റാണ് എഴുതി കൊടുക്കുന്നത്. ആ എഴുതി കൊടുത്ത റെസീറ്റ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കടക്കാരനായിട്ട്, കാരണം ബാങ്ക് ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, ഇവിടെ കർഷകന്മാരുണ്ടാകും. അത് SBI ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്. 3 ബാങ്കുകളും ചേർന്ന് കൺസോർഷ്യം രൂപീകരിച്ചു. കർഷകന്മാർക്ക് അവരുടെ നെല്ല് വിറ്റ പണം സപ്ലൈകോയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കാനുള്ളത് 1067 കോടി രൂപയാണ്. 1067 കോടി രൂപ കൊടുക്കാത്തത് കൊണ്ടാണ് മറ്റ് ദേശസാൽകൃത ബാങ്കുകൾ കൺസോർഷ്യത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവർ പണം കൊടുക്കാൻ കർഷകർക്ക് തയ്യാറാകാത്തത്. അപ്പൊ തൊട്ടടുത്ത സംസ്ഥാനം സ്റ്റാലിൻ പിണറായി വിജയനേക്കാളും വലിയ മാർക്സിസ്റ്റാന്നല്ലേ പറയുന്നത്? മുന്തിയ മാർക്സിസ്റ്റാണ്. പക്ഷേ സ്റ്റാലിന്റെ നാട്ടില് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. അവിടെ നാളികേരം ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പച്ചത്തേങ്ങ സംഭരിക്കാൻ നാഫഡിന് സാധിക്കുന്നു. എന്താണ് കേരളത്തിൽ 4 തേങ്ങ അത് കറിക്ക് അരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തേങ്ങ അച്ഛനും അമ്മയും വിൽക്കാൻ തീരുമാനിച്ചാൽ ആ തേങ്ങ വാങ്ങാൻ, വില കൊടുത്ത് വാങ്ങാൻ കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ടായിട്ട് എന്താണ് കേരളത്തിന്റെ ഇവിടുത്തെ മന്ത്രിയുടെ പ്രശ്നം? നിങ്ങൾ എന്താ തേങ്ങ വാങ്ങാത്തത്? നിങ്ങൾ എന്താണ് നാഫഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചത്തേങ്ങ സംഭരണം അത് കേരളത്തിൽ നടത്താത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഗുജറാത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ മരുന്ന് കമ്പനികൾ കൂണ് പോലെ തഴച്ചു വളരുമ്പോ 1150 കോടി രൂപയുടെ മരുന്ന് വേണം ഒരു വർഷം കേരളത്തിന്. നിങ്ങൾ എന്താണ് മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോകുന്നത്? മറ്റൊരു മന്ത്രി പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ആ മന്ത്രി പറഞ്ഞത് എന്തിനാണ് നെല്ലുൽപാദിപ്പിക്കുന്നത്? ആന്ധ്രയിൽ നെല്ലുൽപാദിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആന്ധ്രയിൽ നെല്ലുൽപാദിപ്പിക്കുന്നുണ്ട്. ആന്ധ്രക്കാരന്റെ അരി വാങ്ങാൻ പോകുമ്പോ ആ അരി വാങ്ങുമ്പോ കമ്മീഷൻ കിട്ടും.
ആ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഉണ്ട്. മരുന്ന് വാങ്ങാൻ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഉണ്ട്. 57 കോടിക്ക് ക്യാമറ വെക്കേണ്ടതിന് പകരം ഏതാണ്ട് 287 കോടിക്ക് ക്യാമറ വെച്ചവൻ 1100 കോടിയുടെ മരുന്ന് വാങ്ങുമ്പോ എത്ര കമ്മീഷൻ അതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് പിണറായിയുടെ പാറപ്പുറത്തെ പെട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് എന്താണ് തലയ്ക്കകത്ത് ആൾതാമസമുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം. എന്നാൽ ഇവിടത്തെ പാവപ്പെട്ട കർഷകനോട് ദ്രോഹം ചെയ്തുകൊണ്ട് ആ കർഷകൻ പാടത്ത് ചെളിയിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവനുണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് കടക്കാരനായിട്ട് നിൽക്കുക, പ്രസാദിനെ പോലെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്ത ഒരു നാടായിട്ട് അവിടെ ആലപ്പുഴ മാറി. ഈ കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികൾ ഉണ്ടായിരുന്നത് പരമ്പരാഗത കശുവണ്ടി തൊഴിൽ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് MLA-യുടെ മേശപ്പുറത്തും MP-യുടെ മേശപ്പുറത്തും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുമൊക്കെ നല്ല കശുവണ്ടി ഇരിക്കുന്നത് എവിടെ ചെന്നാലും കാണാം. അതവർക്ക് വേണം. ചായ കുടിക്കുമ്പോൾ വേണം, കാപ്പി കുടിക്കുമ്പോൾ വേണം, നട്ട്സ് വേണം. എന്നാൽ ഈ കശുവണ്ടി നല്ല രീതിയിൽ ഉത്പാദനം നടത്തുകയും ഇവിടെ വിപണനം ചെയ്യുകയും ഇവിടെ അതിന്റെ വ്യവസായത്തെ വികസിപ്പിക്കുകയും ചെയ്തിരുന്ന ചെറുകിട കച്ചവടക്കാരുടെ തലയിൽ കൂടം കൊണ്ടടിക്കുന്നത് പോലെയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ ആ പാവപ്പെട്ടവന്റെ നെഞ്ചിൽ നിങ്ങൾ ഒരു വലിയ ഭാരം കയറ്റി വെച്ചുകൊണ്ട് ആ കശുവണ്ടി തൊഴിലാളികൾ അവരുടെ പാരമ്പര്യ തൊഴിലിനെ ഉപേക്ഷിച്ച് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുക്കി. നിങ്ങളാണ് കയർ മേഖല പൂട്ടിച്ചത്. നിങ്ങളാണ് കശുവണ്ടി തൊഴിലാളികളെ നിരാലംബരാക്കിയത്. നിങ്ങളാണ് ഇവിടുത്തെ നെൽകർഷകന്മാരെ ദ്രോഹം ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അഴിമതി മാത്രമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ പരിവാരങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തെ കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ ആ കൊള്ളക്കാരുടെ കൂട്ടത്തിനകത്ത് എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. ചാക്കിലല്ലേ പൈസ വിതരണം ചെയ്തിരുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസുകാരൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? അവന്റെ മകൻ അധ്വാനിച്ചു കൊണ്ടുവന്നതാണോ? അവന്റെ മകൾ അധ്വാനിച്ച് അച്ഛന് കൊടുത്തതാണോ? അല്ല. പല പ്രദേശങ്ങളിലും ഒരുപക്ഷെ മര്യാദയ്ക്ക് കേരളത്തിലെ സ്ക്വാഡ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ KC വേണുഗോപാലിന്റെ കൂട്ടത്തിൽപ്പെട്ട 100-ലധികം വരുന്ന ആളുകളെ കയ്യോടെ കസ്റ്റഡിയിലെടുക്കാനുള്ള പണമാണ് DK ശിവകുമാർ വന്ന് പോയപ്പോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഒഴുക്കിയത്. ആർക്കറിയാത്തത്? ഒരു യോഗം വിളിച്ചില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരാ യോഗം വിളിച്ചത്? ഭീകരവാദ സംഘടനകൾ, SDPI-കാരൻ, പോപ്പുലർ ഫ്രണ്ടുകാരൻ. ആ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു, ഇലക്ഷന്റെ വോട്ടിംഗ് നടക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പ് ആ യോഗം നടന്നു. ആ യോഗത്തിൽ അവരെടുത്ത തീരുമാനം 54,000 വോട്ടുകൾ ആരിഫിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ KC വേണുഗോപാലിന് കൊടുക്കണം. എന്താ കാരണം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് ഡൽഹിയിൽ പോയാൽ കുറെ ആളുകൾ കൂടി ജയിലിനകത്ത് പോകേണ്ടി വരും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇവിടുത്തെ ഭീകരവാദികൾ, ഇവിടുത്തെ തീവ്രവാദികൾ, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില ബുദ്ധികേന്ദ്രങ്ങൾ, ഇവിടുത്തെ KC വേണുഗോപാലിന്റെ കുറെ സിൽബന്ധികൾ അവരെല്ലാവരും ചേർന്നുകൊണ്ടെടുത്ത തീരുമാനത്തിന്റെ പരിണിതഫലമായിട്ടാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് തെറ്റി. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കാമെന്ന് മോഹിച്ചിട്ടല്ല ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. 4 പേർ കൊടിപിടിക്കാനില്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് തുടങ്ങിയത്. എത്രയോ ആളുകൾ ഈ സംഘടനയ്ക്ക് വേണ്ടി കൊടികുത്താൻ പാടില്ല എന്ന് നിശ്ചയിച്ച സ്ഥലത്ത് നമ്മൾ കൊടികുത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ പാർട്ടിയെ വളർത്തരുത് എന്ന് ആഗ്രഹിച്ച ഇടങ്ങളിൽ പാർട്ടിയെ വളർത്തിയിട്ടുണ്ട്. യുവമോർച്ചയുടെ നേതൃനിരയിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ പ്രവർത്തിച്ച് ഒരു തെറ്റും ചെയ്യാതെ ആ ജയകൃഷ്ണൻ മാസ്റ്ററെ കണ്ണൂരിന്റെ പാനൂരിലെ മൊകേരിയിലെ ക്ലാസ് മുറിയില് വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ പൊതുയോഗത്തിൽ പങ്കെടുത്താൽ എന്റെ വാഹനം കത്തിക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊകേരിയിലേക്ക് പോയി അവിടെ റോഡിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ പാറപ്പുറത്തെ വീടിന്റെ പരിസരത്ത് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രസ്ഥാനം വിജയിച്ചിരിക്കുകയാണ്. എന്താ കാരണം? അത് വ്യക്തിയുടെ വിജയമല്ല, അത് സംഘടനയുടെ വിജയമാണ്. സംഘടന എവിടെയുണ്ടോ അവിടെ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. എനിക്ക് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഓരോ ബൂത്തിനകത്തേക്കും ഞാൻ വരും. അപ്പോ കഴിഞ്ഞ തവണ പ്രസംഗിച്ചപ്പോ ഒരു മണ്ഡലത്തിലെ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അപ്പൊ എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞു, ദിവസം നിങ്ങൾ എണ്ണിക്കോളോ. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഒരു സന്യാസി രാമനാമം ജപിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ സന്യാസിയുടെ അരികിലെത്തി. അപ്പൊ സന്യാസിയോട് ചോദിച്ചു, ഈ സ്വർഗത്തിലെത്താൻ എത്ര ദിവസം വേണം? അപ്പൊ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന സന്യാസി പറഞ്ഞു,
ഞാനിരിക്കുന്ന ഈ മരത്തിലെ ഇലകൾ എത്രയുണ്ടോ അത്രയും ദിവസം വേണം. ചെറുപ്പക്കാരൻ തളർന്നില്ല. ചെറുപ്പക്കാരൻ മുന്നോട്ട് നീങ്ങി. അപ്പൊ വേറൊരാൾ പിറകിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. അത് ആ ചെറുപ്പക്കാരന്റെ തന്നെ കൂട്ടുകാരനാണ്. ആ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരൻ സന്യാസിയോട് ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചു. അപ്പൊ സന്യാസി പറഞ്ഞു, ഈ മരത്തിനകത്തുള്ള അത്രയും ഇലകൾ എണ്ണിയെടുക്കുന്ന അത്രയും കാലം വേണം സ്വർഗത്തിലെത്താൻ. അപ്പൊ ആ ചെറുപ്പക്കാരൻ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് തിരിച്ചുപോയി എന്ന് പറയുകയാണ്. ബാക്കി കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആദ്യം വന്ന ചെറുപ്പക്കാരൻ നടന്നുകൊണ്ടേയിരുന്നു. കാരണം അവർ ഉറപ്പുണ്ടായിരുന്നു, സ്വർഗത്തിലെത്താൻ വഴിയുണ്ട്, സ്വർഗത്തിലെത്താൻ ഇത്രയും ഇലകൾ അത്രയും സമയം മതി എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. അതാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ നമ്മൾ നടക്കുകയാണ്, നമ്മൾ അവിടേക്ക് അടുക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു RSSകാരൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു പാവപ്പെട്ട സ്ത്രീ, അവർ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചു, അവർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. പക്ഷെ അവർ ഇന്ത്യയുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്ന സ്ത്രീ നെഞ്ചിലെ വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും പൊതുപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദവിയിലെത്തി. എത്രയോ മുഖ്യമന്ത്രിമാർ, എത്രയോ ആളുകൾ. സംഘപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫ്ലക്സ് ബോർഡ് ഇല്ലാതെ, ചുവരെഴുത്തില്ലാതെ, ഒരു ഫോട്ടോ ഇല്ലാതെ അവർ അങ്ങനെ നിതാന്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തോടൊപ്പം കയ്യും കണ്ണും കാതും ചേർത്ത് വെക്കുന്ന സമയത്താണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമുണ്ടാകുന്നത്. ആ വിജയം എന്ന് പറയുന്നത് ബൂത്തിനകത്തേക്ക് ഞാൻ വരുമ്പോൾ ആ ബൂത്തിൽ അന്ന് എത്ര വോട്ട് കിട്ടി എന്നുള്ള കണക്ക് അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. എനിക്ക് മറ്റൊരു സന്തോഷ വാർത്ത അതും നിങ്ങളെ അറിയിക്കാനുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പൊളിറ്റിക്സ് PhD ചെയ്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവനോട് ചോദിച്ചു, കേരളത്തിലെ വോട്ടിംഗ് പെർസെന്റേജിനെ കുറിച്ച് കമ്പ്യൂട്ടറിൽ കാണിക്കാൻ ആവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പക്കാരൻ ചുമരിൽ ഒരു വലിയ സ്ക്രീൻ, ആ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വോട്ട് കിട്ടിയ 1ാം റാങ്ക് വാങ്ങിയ ആളെ അവിടെ അവതരിപ്പിച്ചപ്പോ അത് ആലപ്പുഴക്കാരായിരുന്നു. 11.6% വോട്ട് കിട്ടി ആലപ്പുഴ 1ാമത് വന്നു എന്നാണ് അവിടെ എഴുതി കാട്ടിയത്. അതിനുശേഷം ആലത്തൂരിന്റെ റിസൾട്ട് വന്നു. തൃശൂർ ജില്ലയില് 4 തവണയിലധികം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആഗ്രഹമുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കണമെന്നുള്ള മോഹത്തെ പൂവണിയിക്കാൻ വേണ്ടി അവിടുത്തെ സംഘടനാ പ്രവർത്തനം ചിട്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദിവസങ്ങൾ ഉണ്ടായപ്പോ അദ്ദേഹത്തിന് വിജയത്തിന്റെ ആ വലിയ പദവിയിലേക്ക് എത്താൻ സാധിച്ചു. ആലപ്പുഴ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായിരുന്നു. ആ കോട്ടയിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ തെറ്റുകൊണ്ട് ഇടതുപക്ഷത്തിനകത്തിരിക്കുന്ന ആളുകൾ പോലും ഈ പ്രസ്ഥാനം മതി എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ അവരിൽ പലരും KC വേണുഗോപാലിന് ചെറിയ കൈ കൊടുത്തു. നമുക്ക് അവർ കൈ തന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാതെ കൈ തരില്ല. അവർ പലപ്പോഴും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇഴ ചേർന്ന് അവർ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ, ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും 7 പേർ കേരള നിയമസഭയുടെ പുറത്തു നിന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. ഞങ്ങൾ എല്ലാവരും 2ാം സ്ഥാനത്ത് വന്നത് നമുക്ക് ആ 7 പേർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ആ 7 പേരെയും കേരള നിയമസഭയ്ക്കകത്ത് ഇരുത്തണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചപ്പോ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ മുതൽ ഞാൻ വരെയുള്ള ആളുകളെ കേരള നിയമസഭയുടെ പുറത്തു നിർത്തിയത്. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുൻപ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവരത് ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയും ചിന്തയും പൊളിഞ്ഞടങ്ങി വീഴുന്ന ഒരു കാഴ്ച വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? അത് വാർഡുകളിൽ, അത് പഞ്ചായത്തുകളിൽ, അത് കോർപ്പറേഷനുകളിൽ, ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ എടുക്കുന്ന ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം. ആരാധനായ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സേവകനായിട്ട് പ്രവർത്തിക്കണം. ഒരാൾ MLA ആയാൽ, ഒരാൾ MP ആയാൽ, മുഖ്യമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ അത് രാജ്യത്തിന്റെ പ്രധാന സേവകന്മാരിൽ ഒരാളാകണം എന്ന് പറഞ്ഞ നരേന്ദ്രമോദി. ഇപ്പൊ പലരും ചോദിക്കുകയാണ്, നരേന്ദ്രമോദിക്ക് ഇത്രയും സീറ്റ് കുറഞ്ഞു പോയല്ലോ. ലോകത്തിന്റെ ചരിത്രത്തിൽ ഞാൻ നേരത്തെയും പ്രസംഗിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ ചരിത്രത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് നടന്ന ഇലക്ഷനിൽ പോലും ഒരു തവണ കഴിഞ്ഞ് 2ാം തവണ എനിക്ക് വോട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആ വ്യക്തി പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഋഷി സുനക് പോലും 2ാം തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ
പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ആരാധ്യനായ നരേന്ദ്രമോദി ഗുജറാത്തിൽ 1 തവണ 2 തവണ 3 തവണ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് 1 തവണ 2 തവണ 3 തവണ ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ എല്ലാം അതിജീവിക്കാൻ സാധിച്ചത് അദ്ദേഹം സേവകനായത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ആന്റി ഇൻകംബൻസി ഫാക്ടർ. അത് നിങ്ങൾ ഉണ്ടാക്കിയ തന്ത്രമാണ്, കെമിസ്ട്രിയാണ്. അവിടെ നിങ്ങൾ പിണറായി വിജയനെ കൂടെ നിർത്തി, സ്റ്റാലിനെ കൂടെ നിർത്തി, ബംഗാളിൽ മമതാ ദീദിയെ കൂട്ടി, അപ്പുറത്ത് ലല്ലു പ്രസാദ് യാദവിനെ കൂട്ടി, അവിടെ അഖിലേഷ് യാദവിനെ കൂട്ടി, അവിടെ നിങ്ങൾ എല്ലാവരെയും അരവിന്ദ് കെജ്രിവാളിനെ കൂട്ടി, എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുള്ളും മുരുക്കും മൂർക്കം പാമ്പും എല്ലാവരും ചേർന്നുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ആ ഇന്ത്യ മുന്നണിക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കർമ്മമണ്ഡലത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോ 3 മാസം മുമ്പ് നരേന്ദ്രമോദി ഒരു ട്രിപ്പ് തീരുമാനിച്ചിരുന്നു. അത് റഷ്യയിലേക്കാണ്. ആ റഷ്യയിലേക്ക് മോദിജിയുടെ യാത്ര, അത് മോദിജിക്ക് സുഖവാസത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങാനുള്ള യാത്രയല്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞാൽ ടൂർ പോകുന്നത് പോലെയുള്ള ഒരു യാത്രയല്ല. ലോകത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നെറുകയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട്, 3ാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കി ഈ ഭാരതത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച യാത്രയുമായിട്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ആ റഷ്യയിലേക്ക് പോയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് നൈരന്തര്യം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വയസ്സിലും അദ്ദേഹം നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. നമ്മളെല്ലാവരും നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗമുണ്ടെന്നും ആ സ്വർഗം എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അത് തീർച്ചയായിട്ടും ആ ഒരു കസേര എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുണ്ടെന്നും, എന്ന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ടോ അന്നൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും. 4 ദിവസം മതി ഇവിടുത്തെ മയക്കുമരുന്ന് രാജാക്കന്മാരെ കെട്ടുകെട്ടിക്കാൻ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കും. അനിഷ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് 8 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നശിപ്പിക്കാൻ, ലോക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ പ്രഖ്യാപിച്ചതെങ്കിൽ നമ്മൾ ഈ നാടിനെ മാറ്റിമറിക്കും. ആ നാടിനെ മാറ്റിമറിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന്റെ സേനാധിപതികളുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരാണ് ബൂത്ത് തലത്തിലുള്ള എന്റെ കാര്യകർത്താക്കന്മാർ. എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ സമയം തരാൻ ഇല്ലാതെ, നമ്മൾ ഒരുമിച്ച് ചേരാൻ സമയമില്ലാതെ ഇത്രയും വോട്ടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. കരുനാഗപ്പള്ളിയില് തീരദേശത്തെ ജനതയെല്ലാം ഒരുവിധം ആളുകൾ നമുക്ക് വോട്ട് നൽകിയെങ്കിൽ അവരെയെല്ലാം നോക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ ആലപ്പുഴയിൽ വരുന്ന എല്ലാ ദിവസവും 6 മണി മുതൽ ആളുകളെ കാണുന്നുണ്ട്. 6 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2:30 മണി വരെ ഞാൻ ആളുകളുടെ നിവേദനം സ്വീകരിക്കുന്നുണ്ട്. 3 മണി മുതൽ വീണ്ടും രാത്രി 10:30 മണി വരെ ഞാൻ നിവേദനം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം പറയുന്നുണ്ട്, ഒപ്പുവെക്കാനുള്ള പേന എന്റെ കയ്യിലില്ല. വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൈനീട്ടിയിട്ടുണ്ട് പല സമയത്തും. MLA ആക്കിയാൽ ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായി പ്രവർത്തിക്കാം, MP ആക്കിയാൽ ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായി പ്രവർത്തിക്കാം. പക്ഷേ സാധിച്ചില്ല. ഒപ്പിടാനുള്ള പേനയില്ലെങ്കിലും തന്റെ ഇടമുണ്ട്. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, അതിന് നിങ്ങൾ കൂടെ നിൽക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ള സൂചന അത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ എന്ന വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ കറകളഞ്ഞ പ്രസ്ഥാനത്തിന്റെ വലിയ ശക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഇവിടെ കണ്ടതിനും ഷാളിട്ടതിനും സ്വീകരിച്ചതിനും തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിച്ചതിനും 1 വയസ്സായിട്ടുള്ള ഒരു അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാനും എന്റെ ഭാര്യയും രാവിലെ ഇറങ്ങും. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ 3 ഇഡ്ഡലി ഞങ്ങൾ റോഡിൽ നിന്ന് കഴിക്കും. ആ 3 ഇഡ്ഡലി 8 മണിക്ക് ഏതെങ്കിലും റോഡിലെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കും. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ നോട്ടീസുമായിട്ട് ഞങ്ങൾ വീടുകളിലെല്ലാം കയറി ഇറങ്ങും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2 പേർ അവിടെ ബൂത്ത് കമ്മിറ്റി ഇല്ല, പക്ഷെ എന്റെ ബൂത്തില് സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്തായി എന്ന് പറയാനായി എന്നെ കാണാൻ വേണ്ടി ആ സഹോദരൻ എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ആ സഹോദരന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റിന് ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം അങ്ങനെ എത്രയോ ആളുകൾ പ്രവർത്തിച്ചു. അവർ പ്രവർത്തിച്ചത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്, താമര ചിഹ്നത്തിന് വേണ്ടിയാണ്.
ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഈ പാർട്ടിക്ക് ഈ നേടിയെടുത്തിട്ടുള്ള മുഴുവൻ വോട്ടുകളും അത് ഇനിയും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ നേതൃനിരയിലും വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ഏറ്റവും വലിയ ദൃഢപ്രതിജ്ഞ അത് ഇവിടെ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എന്റെ മുതിർന്ന ആളുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാവരും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. നിങ്ങളെ കാണാനും ഒക്കെ സാധിക്കാത്ത അല്ലെങ്കിൽ കൂടുതൽ ഇനിയും അതിന് സാധിക്കാത്തതിന് ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ആ കടം അത് വീട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ഈ അശ്വമേധം തുടരണം, അത് വിജയത്തിന്റെ പരിസമാപ്തിയിലെത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.